അമേരിക്കയും വെനിസ്വേലയും തമ്മിലുള്ള ബന്ധം ഹ്യൂഗോ ഷാവേസിന്റെ കാലം മുതലേ മോശമായിരുന്നു. മഡുര വന്നതോടെ അത് പിന്നെ പൂർണ്ണമായും തകർന്നു എന്ന് പറയാം. ഉപരോധങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ, അങ്ങനെ പലതും ഇതിനു പിന്നിലുണ്ട്. അമേരിക്കയുടെ കണ്ണിൽ മഡുറോ ഒരു രാഷ്ട്രതലവനല്ല, ഒരു വലിയ ക്രിമിനൽ സംഘത്തിന്റെ തലവൻ. അമേരിക്കൻ കുറ്റപത്രത്തിൽ ഉപയോഗിക്കുന്ന വാക്കുതന്നെ നാർക്കോ ടെററിസം എന്നാണ്. വെറും മയക്കുമരുന്ന് കടത്തല്ല, മയക്കുമരുന്ന് ഭീകരവാദം. അതായത് മയക്കുമരുന്ന് കടത്തിലൂടെ കിട്ടുന്ന പണം ഭീകരവാദ സംഘടനകളെ സഹായിക്കുന്നു. അതുവഴി അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു. ഇതാണ് ആരോപണം. അമേരിക്കയ്ക്കെതിരെയുള്ള ഒരുതരം പരോക്ഷ യുദ്ധമായിട്ടാണ് അവരിതിനെ കാണുന്നത്. നിങ്ങൾ ഈ നാർക്കോ ടെററിസം എന്ന് പറഞ്ഞല്ലോ, അതിൽ പറയുന്ന ആ ഭീകരവാദ ഗ്രൂപ്പ് ഏതാണ്? പ്രധാനമായും കൊളംബിയയിലെ ഇടതുപക്ഷ വിമത ഗ്രൂപ്പായ ഫാർക്ക്. ഫാർക്ക് കേട്ടിട്ടുണ്ട്. അതെ, പതിറ്റാണ്ടുകളായി കൊളംബിയൻ സർക്കാരിനെതിരെ പോരാടുന്ന ഒരു ഗറില്ല സംഘടനയാണത്. അവരുടെ പ്രധാന വരുമാനമാർഗം കൊക്കെയിൻ നിർമ്മാണവും കടത്തുമാണ്. അപ്പോ ഇവരുമായി മഡുറോ ഭരണകൂടം കൈകോർത്തു എന്നാണോ? അതാണ് അമേരിക്കയുടെ പ്രധാന ആരോപണം. അവർക്ക് പ്രവർത്തിക്കാൻ വെനിസ്വേലയിൽ താവളമൊരുക്കി കൊക്കെയിൻ അമേരിക്കയിലേക്ക് കടത്താൻ സഹായിച്ചു. എന്നിട്ട് കിട്ടുന്ന പണം പങ്കിട്ടെടുത്തു. അതെ, ഇരുകൂട്ടരും പങ്കിട്ടെടുത്തു. ഇവിടെയാണ് ഈ കാർട്ടൽ ഓഫ് ദ സൺസ് എന്ന പേര് വരുന്നത്, അല്ലേ? അതെ. എന്താണതിന്റെ അർത്ഥം? അതിനൊരു കാരണമുണ്ട്. വെനിസ്വേലൻ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ജനറൽമാരുണ്ടല്ലോ, അവരുടെ യൂണിഫോമിൽ ധരിക്കുന്ന സൂര്യന്റെ ആകൃതിയിലുള്ള ഒരു ചിഹ്നമുണ്ട്. അതിൽ നിന്നാണ് കാർട്ടൽ ഓഫ് ദ സൺസ് അഥവാ സൂര്യന്മാരുടെ സംഘം എന്ന പേര് വരുന്നത്. അതായത് രാജ്യത്തെ സംരക്ഷിക്കേണ്ട സൈനിക ജനറൽമാർ തന്നെയാണോ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ തലപ്പത്ത്? കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഇതൊരു സാധാരണ അധോലോക സംഘമല്ല, മറിച്ച് ഭരണകൂടം തന്നെ നേരിട്ട് നടത്തുന്ന ഒരു അധോലോകം. ഈ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമായി തോന്നാം. സ്വാഭാവികമാണ്. അതിലെ വിശദാംശങ്ങൾ അങ്ങനെയുള്ളതാണ്. അതിലെന്തൊക്കെയാണ് പ്രധാനമായും പറയുന്നത്? അപ്പോ പ്രധാനമായും 4 കുറ്റങ്ങളാണ് മഡുറോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 4 1. നാർക്കോ ടെററിസം നടത്താൻ ഗൂഢാലോചന നടത്തി. ശരി. 2. അമേരിക്കയിലേക്ക് കൊക്കെയിൻ ഇറക്കുമതി ചെയ്യാൻ ഗൂഢാലോചന നടത്തി. 3. മെഷീൻ ഗണ്ണുകളും മറ്റു മാരകായുധങ്ങളും കൈവശം വെക്കുകയും കടത്തുകയും ചെയ്തു. മെഷീൻ ഗണ്ണുകൾ വരെയോ? അതെ. 4ാമത്തെ കുറ്റം ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഗൂഢാലോചന നടത്തി എന്നതാണ്. അപ്പൊ ഇത് വെറും മയക്കുമരുന്ന് കടത്തല്ല, അതിനെ സംരക്ഷിക്കാൻ ഒരു സമാന്തര സൈന്യത്തെ തന്നെ അവർ ഉപയോഗിച്ചിരുന്നു എന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതാണ്.